ചോദിച്ചിട്ടുള്ള എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ബോട്ടണിയിലെ 1 മാർക്ക് ഉണ്ടായിരിക്കും, സുവോളജിയിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസും എല്ലാം കൂടി ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ത്രൂ ഔട്ട് കാണുക, അവസാനം വരെ കാണുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത്ര കുറെ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇത് മാത്രം പഠിച്ചിട്ട് പോകണം എന്നല്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും വരിക എന്നുള്ളതിന്റെ മോഡലാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് അല്ലെ. നമുക്ക് ആദ്യത്തിലേക്ക് പോകാം. Just the correct answer. The plant which flowers only once in their lifetime എന്ന് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ ഈ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ബാംബു പ്ലാന്റ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഒരു ലൈഫിൽ ഒറ്റൊരു ടൈം മാത്രമേ കളറും ചേഞ്ച് ചെയ്യുക അല്ലേ. അതായത് വൺസ് ഇൻ എ ലൈഫ് ടൈം, അതായത് ഒറ്റ ടൈം മാത്രമേ ഈ ബാംബു പ്ലാന്റ് എന്ത് ചെയ്യുള്ളൂ, ഫ്ലവർ ചെയ്യുള്ളൂ. ഫ്ലവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷം തന്നെ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് നമ്മുടെ ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ പറയുന്ന കാര്യമാണ്. അപ്പൊ അതൊന്ന് നോക്കി വെച്ചോളുക. അതിനടുത്ത ഒരു ചോദ്യം നോക്കാം അല്ലെ. During sexual reproduction, the process of syngamy results in the formation of a diploid cell called. ഏതാണ് ഡിപ്ലോയിഡ് സെൽ? ഡിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാകും അവിടെ നമ്മുടെ സൈഗോട്ട് ആണ് ആൻസർ ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3N അതായത് ട്രിപ്ലോയിഡ് കണ്ടീഷനിൽ വരുന്നുണ്ട്. നമ്മുടെ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ഉണ്ടെന്നുള്ള കാര്യം അറിയണം. അത് സിംഗമിന്റെ റിസൾട്ട് അല്ല, അത് ട്രിപ്പിൾ ഫ്യൂഷന്റെ റിസൾട്ട് ആണ്. അപ്പൊ ഇത് അങ്ങനെയും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതും കൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൂടെ ഒന്ന് നോക്കി വെച്ചാൽ മതി. Then choose the correctly matched pair from the following. എന്താണ് നമുക്ക് മൂന്നെണ്ണം തന്നിട്ട് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാം. Gelil droppers used to produce biological products in large quantity. ഒരിക്കലും അല്ല, അതല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാലോ. Then ബയോറിയാക്ടർ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ടെക്കാണ്. രണ്ട് തെറ്റാണ്. PCR എന്തിനു വേണ്ടിയാണ്? ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ. അത് കറക്റ്റ് ആണ്. നമ്മുടെ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ള കാര്യം അറിയാവുന്ന കേസാണ്. യെസ്, ബയോടെക്നോളജി ഉള്ള ചോദ്യമായിരുന്നു. Which one of the following has the largest population in a food chain? Producers, primary consumers, secondary consumers, tertiary consumers. Very easy. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ എപ്പോഴും ഉണ്ടായിരിക്കുക ആർക്കായിരിക്കും? പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. അതായത് പ്രൊഡ്യൂസേഴ്സ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അവരെ കഴിക്കുന്നവർ എപ്പോഴും അതിന്റെ കുറവായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത്. അല്ലാതെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഒരു പട്ടിണി ഉണ്ടാവാനുള്ള ചാൻസുകളൊക്കെ ഉണ്ടാവും അല്ലേ. ഓക്കെ. Which among the following is a selectable marker in PBR 322? Selectable marker ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓറൈ ആണോ, ഹിന്റ് 3 ആണോ, ആംപിസിലിൻ ആണോ, ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീൻ ആണോ, അതോ ആർഒപി? ഏതാണ്? ഇത് സിമ്പിൾ ആയിട്ട് ചോദ്യമായിപ്പോ ഈ ഓപ്ഷൻസ് 4 ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം അത് ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീൻ എന്നുള്ള കാര്യം നമുക്ക് അറിയാം. യെസ്, അടുത്തത് fill up the blank suitably. Mortality എന്ന് പറയുന്ന number of deaths in the population during a given period of time ആണെങ്കിൽ number of births in the population during a given period of time നമ്മൾ എന്ത് പറയും? ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ എന്താണ് നെറ്റാലിറ്റി ആണ് വരിക അല്ലെ. നെറ്റാലിറ്റി ആണ് വരിക. അത് അത്രയും സിമ്പിൾ ആയി പോയി ആ ചോദ്യം. അതൊന്നും ചോദിക്കാനേ പാടില്ലാത്തതാണ് ആ ഒരു ചോദ്യം. യെസ്, ഓക്കെ. Then the residual persistent nucellus is called sexual reproduction in flowering plants എന്നുള്ള ചോദ്യമാണ്. നമ്മുടെ ന്യൂസെല്ലസ് പെർസെന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് പെരിസ്പേം എന്നാണ് നമ്മൾ അതിന് പറയുക. പെരിസ്പേം ആണ് കേട്ടോ. ചിലരൊക്കെ പെട്ടെന്ന് ഈ ചോദ്യം കാണുന്നത് സ്ക്യൂട്ടലാണെന്നൊക്കെ ഓർക്കുക. അതല്ല സംഭവം, അത് വേറെയാണെന്നുള്ള കാര്യം ഓർത്തോളുക. യെസ്, ഓക്കെ. Then the process of breaking down of detritus into smaller particles. എക്കോസിസ്റ്റത്തിലെ ചോദ്യമായിരുന്നു. എക്കോസിസ്റ്റത്തിലെ ഡീകമ്പോസിഷനിലെ സ്റ്റെപ്പുകളിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള ഫ്രാഗ്മെന്റേഷൻ. ചെറിയ പീസുകളാക്കി മാറ്റുക അല്ലേ, അതാണ് ഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ഇങ്ങനെ പല രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ ഡെഫിനിഷൻ തന്നിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ സ്റ്റെപ്പുകൾ ഓർമ്മ വേണം. ലീച്ചിങ്, ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ ആൻഡ് അതിൽ ഹ്യൂമസ് എന്താണെന്നോ അങ്ങനെയൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോളുക. Then name the technique used to separate the fragments of DNA. DNA ഫ്രാഗ്മെന്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? നമ്മുടെ ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് അല്ലെ. സൈസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നടക്കുന്നു. ജെൽ ഇലക്ട്രോഫോറസ് അല്ലെങ്കിൽ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസ് എന്ത് വേണമെന്ന് എഴുതാവുന്നതാണ്. അപ്പൊ അതിനകത്ത് പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക. അതിൽ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ഏതാണെന്നുള്ള കാര്യങ്ങൾ ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സ്റ്റെയിൻ, എത്തീഡിയം ബ്രോമൈഡ് അത് ചോദിക്കാറുണ്ട്. ഓക്കെ. പിന്നെ എലൂഷൻ അവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത സാധനം അവിടെ നിന്ന് എടുക്കുന്നതിന് നമ്മൾ എലൂഷൻ എന്ന് പറയുന്ന ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക. 1 മാർക്കിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ. Interaction between sea anemone and clownfish is an example for dash interaction. ഇത് ഇന്ററാക്ഷനിൽ നിന്ന് ഏതും ചോദിക്കും. ഇത് ഒരെണ്ണം എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനകത്തുള്ള എക്സാമ്പിൾസുകൾ എല്ലാം ഇതുപോലെ ചോദിക്കാനുള്ള ചാൻസുകളുണ്ട്. അപ്പൊ എന്തിനുള്ളതാണ് എന്താണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക. സീ അനിമോണും ക്ലോൺ ഫിഷും നമുക്കറിയാം. ഈ ക്ലോൺ ഫിഷിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ സീ അനിമോണിന്റെ ടെന്റക്കിൾസിന് ഇടയ്ക്ക് കയറി നമ്മൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഇത് കമൻസ് ഒരാൾക്ക് ബെനിഫിഷ്യലും മറ്റൊരാൾക്ക് neither beneficial nor harmful. Yes. The crygene that control corn borer insects. Yes. ഏതാണ്? Cry1AB അല്ലെ. Cry1AB എന്ന് പറയുന്നതാണ് ഏത് നമ്മുടെ കോൺ ബോററിലുള്ള ക്രൈജീൻ എന്ന് പറയുന്നത്. കോൺ ബോററിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഈ ഒരു ചോദ്യം 1 മാർക്കിലല്ലാതെ ഇതുവരെ ചോദിച്ചിട്ടില്ല. 2 വർഷം ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഓർത്ത് വെച്ചോളുക. ഈ കോൺ ബോററിലുള്ളത് ഏതാണെന്നുള്ള കാര്യം ഒരു കാരണവശാലും മറന്നു പോകരുത്. ഓക്കെ, കൺട്രോൾ ചെയ്യുന്നത്.
അടുത്തത് ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫസ്റ്റ് ടു ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. മൈക്കോറൈസ എന്ന് പറയുന്ന മ്യൂച്വലിസം ആണെങ്കിൽ ലൈസ് ഓൺ ഹ്യൂമൻസ്. നമ്മുടെ തലയിലൊക്കെയുള്ള പെയിൻ എന്ന കാര്യം നമുക്കറിയാം. നമ്മളെ ഊറ്റി കുടിച്ചോണ്ടിരിക്കുകയാണ്. അവരാരാണ് ശരിക്കും പറഞ്ഞാല് പാരസൈറ്റിസം ആണെന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം. സ്പെസിഫിക് ആയിട്ട് എക്ടോപാരസൈറ്റ് എന്ന് വേണമെങ്കിൽ ഒരു ഹൈഫൻ എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഔട്ട്സൈഡ് ദ ബോഡി ആയതുകൊണ്ട് അല്ലേ. യെസ് ഓക്കെ. The portion of embryonal axis above the level of cotyledons and dicot embryo is known as കോട്ടിലിഡോണിന് മുകളിൽ. കോട്ടിലിഡോണിന് മുകളിൽ എന്ന് പറയുമ്പോൾ കോട്ടിലിഡോൺ എവിടെ പോയി? താഴെയായി പോയി. അതാണ് എപ്പി കോട്ടൈൽ എന്ന് പറയുന്ന മീനിങ് അല്ലേ. അപ്പം അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ ഹൈപ്പോകോട്ടൈൽ. കോട്ടിലിഡോൺ മുകളിൽ ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോകോട്ടൈൽ. ഹൈപ്പിൽ കയറി നിൽക്കും എന്നുള്ള കാര്യം ഓർത്താൽ മതി. കോട്ടിലിഡോൺ കേട്ടോ. ഓക്കെ. യെസ്. Which of the following is a curative method of ADA deficiency? ആ ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഈ ഒരു ജീൻ തെറാപ്പിന്റെ കേസിൽ പഠിക്കുന്ന കേസാണ് ഇത്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക എന്നുള്ള കാര്യം നമുക്കറിയാം. അതും സിമ്പിൾ ചോദ്യം ആയി പോയി. ഡയറക്റ്റ് ആയിട്ട് എൻസി അങ്ങനെ തന്നെ എടുത്തിട്ടേക്കുന്ന ചോദ്യമാണ്. ഓക്കെ. Innermost layer of microsporangium middle layer epidermis tapetum endothelium. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് innermost layer എന്ന് പറയുന്നത്. സെക്ഷൽ ഡിപ്രഷനിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഇട്ട ഒരു ചോദ്യമാണ് ഈ ടപ്പീറ്റത്തിന്റെ. എപ്പോഴും ചോദിക്കാറുണ്ട്. ഫംഗ്ഷൻ ചോദിക്കാം, അതിന്റെ ഫീച്ചേഴ്സുകൾ ചോദിക്കാറുണ്ട്. ഡെൻസ് സൈറ്റോപ്ലാസം ആണ്, ബൈന്യൂക്ലിയർ കണ്ടീഷൻ ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തോളുക. ഇന്നർമോസ്റ്റ് ലെയർ ആണെന്നുള്ള കാര്യം അറിയണം. യെസ്, നറിഷ്മെന്റ് ആണ് അതിന്റെ മേജർ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ള കാര്യം അറിയുള്ളൂ. ഓക്കെ. The first restriction endonuclease enzyme isolated is ആദ്യം ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള restriction endonuclease ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഹിന്റ് 2 ആണെന്നുള്ള കാര്യം ഓർത്തോളുക. ഓക്കെ. The green plants in the ecosystem are the chief decomposers, consumers, producer. ഇതൊക്കെ ശരിക്കും വളരെ ഈസി സിമ്പിൾ ആയിട്ട് അത് തന്നെ തീർച്ചയായിട്ടും. ഏതാണ് ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സംശയമില്ല, നമ്മുടെ മെയിൻ പ്രൊഡ്യൂസേഴ്സ് കേട്ടോ. ഈ എക്സ്പാൻഡ് ചെയ്യാനുള്ള ടേമുകൾ നമ്മളിപ്പം ലാസ്റ്റ് മോഡൽ എക്സാമിലൊക്കെ ആണെങ്കിൽ GEAC, നമ്മുടെ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുപോലെ ഈ എക്സ്പാൻഡ് ചെയ്യാനുള്ള ടേമുകളൊക്കെ കൂടുതൽ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ എന്നായിരിക്കും. അതിൽ നിന്നായിരിക്കും ചോദിക്കാൻ ചാൻസ്. അപ്പൊ എലൈസ എന്ന് നമുക്കറിയാം എൻസൈം ലിങ്ക്ഡ്. അതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം, അതായത് ഒരു പ്രശ്നമാണ്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ. യെസ്, സ്പെല്ലിംഗ് തെറ്റിക്കാതിരിക്കാൻ നോക്കുക. മാക്സിമം നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ എഴുതുക. അതായത് ടീച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന് മാർക്ക് കിട്ടുന്നൊക്കെ. അതായത് ചെറിയൊരു കുഴപ്പമില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചോളുക. യെസ്, ഓക്കെ. ദെൻ in grasses the monocot embryo contains single cotyledons named plumule radicus scutellum coleorhiza. ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഗ്രാസ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോണോകോട്ട് ആണെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വേണം. അപ്പൊ അവിടെ എന്താണ് അതിന്റെ ഒരു കോട്ടിലിഡോണിന്റെ പേര് നമ്മൾ അവിടെ മാറ്റിയിട്ടുണ്ട്. കോട്ടിലിഡോൺ എന്ന് പറയാറില്ല, സ്ക്യൂട്ടെല്ലം എന്നാണ് അതിന്റെ പേര് പറയാന്നുള്ള കാര്യം ഓർത്തു വെച്ചോളുക. ഓക്കെ. In recombinant DNA technology, precipitated DNA can be separated by the already പറഞ്ഞ കാര്യമാണ്. ഹെൽപ്പ് ചെയ്യുന്നത് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. സൈസുകൾ അല്ലേ, ചെറിയ ഫ്രാഗ്മെന്റുകൾ ആണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുകയും വലുതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. യെസ്. A single stranded DNA or RNA tagged with radioactive molecules called plasmid. ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ചോദ്യമായി പോയി അല്ലേ. യെസ്, സിമ്പിൾ ചോദ്യമായി പോയി. അത് ഭയങ്കര സിമ്പിൾ ആയി പോയി. അതായത് നമ്മൾ അങ്ങനെ തന്നെ ആ സെന്റൻസ് അങ്ങനെ തന്നെ പഠിക്കുന്നുള്ളതല്ലേ. ഓക്കെ. Sun is the only source of energy for all ecosystem on earth but one exception. What is that? കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എല്ലായിടത്തും നമ്മൾ പൊതുവേ ശ്രദ്ധിക്കുന്ന ഒരു ഒറ്റ സെന്റൻസിൽ ഇങ്ങനെ എന്താ പറയാ, മുകളിൽ ഇങ്ങനെ കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? എല്ലായിടത്തും സൺ ആണ്, പക്ഷെ എക്സെപ്റ്റ് ഡീപ് സീ ഹൈഡ്രോതെർമൽ എക്കോസിസ്റ്റം. യെസ്, ഡീപ് സീ ഹൈഡ്രോതെർമൽ എക്കോസിസ്റ്റത്തിൽ മാത്രം എന്താണ് സൺ ആയിരിക്കില്ല. അവിടെ യൂഷ്വലി കെമിക്കൽ എനർജിയാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അല്ലാത്ത കേസിലൊക്കെ എന്താ ലൈറ്റ് എനർജിയുടെ കൺവേർഷൻ ആണ് നടക്കുക. പക്ഷെ ഇവിടെ എന്താണ് കെമിക്കൽ എനർജിയാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പം ഇത്രയുമാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ ബോട്ടണിയിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ല. അപ്പൊ ഇത് ഏകദേശം ഈ ഒരു പാറ്റേൺ ഒന്ന് ഫോളോ ചെയ്തെങ്കിൽ മാത്രം മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഇന്ത്യയിലെ സുവോളജിയിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് കാണാം അല്ലേ. ഓക്കെ മക്കളെ, അപ്പൊ ബോട്ടണിയിലെ എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് സുവോളജിയിലെ കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ 1 മാർക്ക് ചോദ്യങ്ങളും നമുക്ക് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫ്രം ദ ഫ്ലോയിങ് ഫൈൻഡ് ഔട്ട് ദ സിമ്പിൾ യൂസ്ഡ് ഇൻ ദി ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസ് റെപ്രസെന്റിംഗ് മെയിൽ. അതായത് നമുക്ക് ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസിലുള്ള എല്ലാ സിമ്പിൾസും മസ്റ്റ് ആയിട്ട് പഠിക്കണം. കാരണം 1 മാർക്കിന് മാത്രമല്ല 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ഈ ചോദ്യം ചോദിച്ചു കാണാറുണ്ട്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കടാ. അതായത് മെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഏതാണ് മെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ? ഫസ്റ്റ് ഫീമെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് അല്ലെ. ഓക്കെ, ആൻഡ് ഇതെന്താണ്? സെക്സ് അൺസ്പെസിഫൈഡ് ആണ്. സെക്സ് അൺസ്പെസിഫൈഡ്. ഓക്കെ, ദിസ് ഇസ് എഫക്റ്റഡ് ഫീമെയിൽ. എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡർ ഉള്ള എഫക്റ്റഡ് ഫീമെയിൽ ആണ്. സോ മെയിലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സ്ക്വയർ ആണ്. ദിസ് ഇസ്
the simple for male. Okay അല്ലേ? Next question. Name the technique of transferring embryos up to 8 blastomeres into the fallopian tube. അതായത് 8 blastomeres ഉള്ള ആ ഏർലി എംബ്രിയോനെ അല്ലെ, സൈഗോട്ടിന്റെ ജസ്റ്റ് ക്ലീവേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ, 8 ബ്ലാസ്റ്റോമിയേഴ്സ് ഉണ്ടായിട്ടുള്ളൂ. സോ അങ്ങനെയുള്ള ഏർലി എംബ്രിയോനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഫീമെയിലിന്റെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഈ പ്രോസസ്സിനെ എന്താണ് വിളിക്കുക? ജിഫ്റ്റ്, സിഫ്റ്റ്, ICSI, IUI. അപ്പം ജിഫ്റ്റ് ഗാമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ്, അത് തെറ്റാണ്. ICSI ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പെർം ഇൻജെക്ഷൻ തെറ്റാണ്. ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ ആണ് IUI, അതും തെറ്റാണ്. ദ റൈറ്റ് ആൻസർ ഇസ് സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. സോ ഇതിന്റെയൊക്കെ ഫുൾ ഫോമും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. Okay അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈക്രോബ് വിച്ച് ഹെൽപ്പ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. ബയോഗ്യാസ് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോബ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ആസ്പെർഗില്ലസ് നൈഗർ, ട്രൈക്കോഡെർമ പോളിസ്പോറം, സെക്കാരോമൈസസ് cerevisiae, മെത്തനോബാക്ടീരിയം. സോ ദ റൈറ്റ് ആൻസർ ഇസ് മെത്തനോബാക്ടീരിയം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹ്യൂമൻ ആൻസെസ്റ്റർ ഇസ് മോർ ape like? മോർ ape like അല്ലെ, ഏപ്പിനെ പോലെ ഇരിക്കുന്ന ഹ്യൂമൻ ആൻസെസ്റ്റർ ഏതാണ്? ഹോമോ ഹാബിലസ്, ഓസ്ട്രാലോപിത്തക്കസ്, ഹോമോ ഇറക്ടസ് അല്ല. ദ റൈറ്റ് ആൻസർ ഇസ് ഡ്രയോപ്രിത്തക്കസ്. നിങ്ങളോട് മോർ മാൻ ലൈക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ, മോർ മാൻ ലൈക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് റാമാപിത്തക്കസ്, റാമാപിത്തക്കസ്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെലക്ട് ദ കോസ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഓഫ് സിക്ലിഡ് ഫിഷസ് ഇൻ ലേക്ക് വിക്ടോറിയ ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക. അതായത് നമ്മുടെ ലേക്ക് വിക്ടോറിയയിൽ എന്താണ് 200 സ്പീഷീസ് ഓഫ് സിക്ലിഡ് ഫിഷസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ട്. ഇതിന് കാരണം എന്താ? അവിടേക്ക് വേറൊരു നൈൽ പേർച്ച് എന്ന് പറയുന്ന സ്പീഷീസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണല്ലേ. സോ ഇത് ഏത് കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാബിറ്ററ്റ് ലോസ്, ഫ്രാഗ്മെന്റേഷൻ അല്ല, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അല്ല, കോ എക്സ്റ്റിങ്ഷൻ അല്ല. സോ നൈൽ പേർച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏലിയൻ സ്പീഷി ആയിരുന്നു, അതുകൊണ്ടാണ് സിക്ലിഡ് ഫിഷസ് അവിടെ നിന്ന് ഇല്ലാതായി പോയത് അല്ലേ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. നെയിം ദ ജനറ്റിക് ഡിസോർഡർ ഇൻ വിച്ച് എ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ ഇസ് എഫക്റ്റഡ് ലീഡിംഗ് ടു നോൺ സ്റ്റോപ്പ് ബ്ലീഡിംഗ് ഈവൻ ത്രൂ എ സിമ്പിൾ വൂണ്ട്. ചെറിയ മുറിവിലൂടെ പോലും ധാരാളം രക്തം നഷ്ടപ്പെടുന്ന ജനറ്റിക് ഡിസോർഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെ, നമ്മളെ ക്വീൻ വിക്ടോറിയയുടെ ഫാമിലിയിലൊക്കെ കണ്ടുവരുന്ന ഡിസീസ് ആണ്. ഈ ക്വീൻ വിക്ടോറിയ എന്തായിരുന്നു? ഇതിന്റെ ഒരു കാരിയർ ആയിരുന്നു. സോ നമുക്ക് റോയൽ ഡിസീസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഡിസീസ് എന്നൊക്കെ വിളിക്കാം അല്ലെ. ദാറ്റ് ഇസ് ഹീമോഫീലിയ, ഹീമോഫീലിയ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അണ്ടർ മൈക്രോസ്കോപ്പ് ക്രോമാറ്റിൻ is seen as beads on string like structure. Here beads represent the structures called as. നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് ക്രോമാറ്റിൻ എങ്ങനെയാ ഉണ്ടാവുക? ഇങ്ങനെ ബീഡ്സ് ഓൺ സ്ട്രിങ് അല്ലെ, അതായത് ഒരു കയറിൽ ഇങ്ങനെ കുറെ മുത്തുകൾ ഇങ്ങനെ ബീഡ്സ് കോർത്ത് വെച്ച പോലെയാണ് ഉണ്ടാകുന്നത്. സോ ഇതില് ഈ ബീഡ്സ് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഇസ് ന്യൂക്ലിയോസോം. നമുക്ക് ന്യൂക്ലിയോസോം മോഡൽ പഠിക്കാനുണ്ട്, 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ന്യൂക്ലിയോസോംസ്. ഓക്കെ അല്ലേ? ഡ്യൂറിംഗ് ലൂട്ടിയൽ ഫേസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ ട്രാൻസ്ഫോംസ് ഇൻടു, അതായത് ഓവുലേഷന് ശേഷം, ഓവുലേഷൻ കഴിഞ്ഞാൽ റപ്ചേർഡ് ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായിട്ട് മാറും എന്നാണ് ചോദിച്ചിരിക്കുന്നത്? കോർപ്പസ് ലൂട്ടിയം. ഓക്കെ, ട്രാൻസ്ഫോംസ് ഇൻടു കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം ആണ് എന്ത് റിലീസ് ചെയ്യുന്നത്? പ്രൊജെസ്ട്രോൺ. ഓക്കെ, പ്രൊജെസ്ട്രോൺ, ഹോർമോൺ പ്രൊജെസ്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ. ഓർഗാനിക് പൊല്യൂട്ടൻസ് ഇൻ സീവേജ് വാട്ടർ ഇസ് മെഷേർഡ് ആസ്, അതായത് സീവേജ് വാട്ടറിൽ എത്രത്തോളം ഓർഗാനിക് മാറ്റർ ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നത്? GMO, MTP, HGP അല്ല. ദ റൈറ്റ് ആൻസർ ഇസ് BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അതായത് ഇപ്പൊ വാട്ടറിന്റെ BOD കൂടുതലാണെന്ന് വിചാരിക്കുക. ഇപ്പൊ BOD കൂടുതലാണെങ്കിൽ ആ വാട്ടറിന്റെ എന്ത് കൂടുതലായിരിക്കും? ഓർഗാനിക് മാറ്റർ കൂടുതലായിരിക്കും അല്ലെ. ഓർഗാനിക് മാറ്റർ കൂടുതലായിരിക്കും. ഓർഗാനിക് മാറ്റർ കൂടുതലാണെങ്കിൽ ആ വാട്ടർ നല്ല പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ആയിരിക്കും, പൊല്യൂഷൻ കൂടുതലായിരിക്കും. ഓക്കെ, സോ വാട്ടറിന്റെ പൊല്യൂഷൻ നമുക്ക് ഏത് ഇൻഡെക്സ് വഴി അറിയാൻ പറ്റും? BOD വഴി അറിയാൻ പറ്റും അല്ലെ. ഓക്കെ, സെലക്ട് ആൻ എക്സാമ്പിൾ ഫോർ ഹോമോലോഗസ് ഓർഗൻസ്. ഹോമോലോഗസ് ഓർഗൻസിന്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഐസ് ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ് അനലോഗസ് ഓർഗൻ ആണ്. ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ് അനലോഗസ് ഓർഗൻ ആണ്. വിങ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈ അനലോഗസ് ഓർഗൻ ആണ്. ദ റൈറ്റ് ആൻസർ ഇസ് ഫോർ ലിംബ്സ് ഓഫ് വെയിൽസ് ആൻഡ് ബാറ്റ്. Enzyme used in detergents for removing oily stains from laundries, അതായത് നമ്മുടെ ക്ലോത്ത്സിലൊക്കെ എണ്ണക്കറകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ നമ്മൾ ഡിറ്റർജന്റ് യൂസ് ചെയ്യും. ഈ ഡിറ്റർജന്റിൽ എന്തോ ഒരു എൻസൈം ഉള്ളത് കൊണ്ടാണ് എണ്ണക്കറകളെ നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റുന്നത് അല്ലേ. സോ അത് ഏത് എൻസൈമാ? ലിപ്പേസ്, പ്രോട്ടീസ്, അമൈലേസ് ആൻഡ് പെക്റ്റിനേസ്. ദ റൈറ്റ് ആൻസർ ഇസ് ലിപ്പേസ്. ഓക്കെ, ലിപ്പേസ്. ഹോമോലോഗസ് ഓർഗൻ ഡൈവേർജന്റ് എവല്യൂഷൻ. അപ്പൊ അനലോഗസ് ഓർഗനോ? കൺവേർജന്റ് എവല്യൂഷൻ. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കൺവേർജന്റ് എവല്യൂഷൻ.
അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ദ ടേം സിഫ്റ്റ്. സിഫ്റ്റിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ അല്ലേ? മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് സൈഗോട്ട് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബ്ലാസ്റ്റോമിയേഴ്സ് ഇസ് കോൾഡ് ആസ്. അതായത് നമുക്കറിയാം ഫെർട്ടിലൈസേഷന് ശേഷം എന്താ ഉണ്ടാവുന്നത്? സിംഗിൾ സെൽഡ് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും അല്ലെ? ഈ സൈഗോട്ട് പിന്നെ ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് 2 സെൽഡ് സ്റ്റേജ് ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ് 4 സെൽഡ് സ്റ്റേജ് ഉണ്ടാവും. യെസ്, പിന്നെ 8 സെൽഡ് സ്റ്റേജ്, 16 സെൽഡ് സ്റ്റേജ്, ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. സോ നടക്കുന്നത് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. ഈ ഉണ്ടാവുന്ന സെൽസിനെയാണ് നമ്മൾ ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? സോ ഈ മൈറ്റോട്ടിക് ഡിവിഷൻ എന്താ വിളിക്കുന്നത്? അതായത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണല്ലോ ബ്ലാസ്റ്റോമിയേഴ്സ് ഉണ്ടാവുന്നത്. സോ മൈറ്റോട്ടിക് ഡിവിഷനെ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് cleavage. Okay, അടുത്ത question, name the enzyme that joins the DNA fragments in discontinuous strand during replication. ഇപ്പൊ replication സമയത്ത് ഒന്ന് കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഉണ്ടാവും ആൻഡ് അടുത്ത ഡോട്ടർ സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണ്. സോ അതിലുള്ള ഫ്രാഗ്മെന്റ്സിനെ, ഇങ്ങനെ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞി DNA ഫ്രാഗ്മെന്റ്സ് അഥവാ ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് അല്ലെ, ഈ ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യാൻ ഏത് എൻസൈം ആണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് DNA ligase. DNA ligase. ഓക്കെ അല്ലേ? ഇപ്പൊ ജോയിൻസ് ആണോ, ഇനി അതല്ല കട്ട് ചെയ്യാനാണോ, ഇനി അതല്ല പോളിമറൈസ് ചെയ്യാനാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ, എൻസൈമിന്റെ പേര് മാറിപ്പോവരുത്. ഓക്കെ അല്ലേ? യെസ്, ദ ഫസ്റ്റ് ആന്റിബയോട്ടിക് ഡിസ്കവേർഡ് വാസ് പെനിസിലിൻ. ഫസ്റ്റ് ആന്റിബയോട്ടിക് ഏതാണടാ? ദാറ്റ് ഈസ് പെനിസിലിൻ. ഡിസ്കവർ ചെയ്തത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഓക്കെ, അടുത്തത് സെലക്ട് ദ ഓഡ് വൺ, ജസ്റ്റിഫൈ യുവർ സെലക്ഷൻ. നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതാണ് ഓഡ് വൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? റെറ്റിഡസ്റ്റസ്, വാസഫ്രൻഷ്യ, ഫെലോപ്പിയൻ ട്യൂബ് ആൻഡ് വാസ് ഡിഫറൻസ്. സോ ദ ഓഡ് വൺ ഈസ് ഫെലോപ്പിയൻ ട്യൂബ്. ഓക്കെ, ജസ്റ്റിഫൈ യുവർ സെലക്ഷൻ. എന്തുകൊണ്ടാണ് ഫെലോപ്പിയൻ ട്യൂബ് സെലക്ട് ചെയ്തത്? ബിക്കോസ് ഫെലോപ്പിയൻ ട്യൂബ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടാണ് അല്ലെ? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. വാസ് ഡിഫറൻസ് ആയിക്കോട്ടെ, റെറ്റിഡസ്റ്റസ് ആയിക്കോട്ടെ, വാസഫ്രൻഷ്യ ആയിക്കോട്ടെ, ഇതൊക്കെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്സ് ആണ്. റൈറ്റ് ദ സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്യുലർ ബയോളജി. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സെൻട്രൽ ഡോഗ്മ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. സോ നമ്മളോട് ഇത് കംപ്ലീറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടായിരിക്കും തരിക, അവിടെ ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ട് ഫിൽ ചെയ്യാൻ. പക്ഷെ ഇവിടെ ഫുള്ള് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ നോക്കിക്കടാ, DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് DNA റെപ്ലിക്കേഷൻ. ആ പ്രോസസ്സ് DNA റെപ്ലിക്കേഷൻ ആണ്. ഓക്കെ, DNA-യിൽ നിന്ന് mRNA ഉണ്ടാവുന്നു. ദിസ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ. ഈ പ്രോസസ് എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ അല്ലേ? യെസ്, ട്രാൻസ്ക്രിപ്ഷൻ. ഇനി mRNA-യിൽ നിന്ന് പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. ഓക്കെ, ട്രാൻസ്ലേഷൻ. ഈ കംപ്ലീറ്റ് പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. DNA-യിൽ നിന്ന് DNA ഉണ്ടാകുന്നത് DNA റെപ്ലിക്കേഷൻ, DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്നത് ട്രാൻസ്ക്രിപ്ഷൻ, mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നത് ട്രാൻസ്ലേഷൻ. ഓക്കെ, വിച്ച് മൈക്രോബ് ഇസ് കോൾഡ് ആസ് ബേക്കേഴ്സ് ഈസ്റ്റ്? അപ്പൊ ബേക്കേഴ്സ് ഈസ്റ്റ്, ബ്രൂവേഴ്സ് ഈസ്റ്റ് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ ഇത് തന്നെയാണ് എഴുതേണ്ടത്. പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാനി ആണോ? അല്ല. സ്വിസ് ചീസ് ഉണ്ടാക്കാനുള്ള ബാക്ടീരിയ ആണ് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാനി അല്ലേ? ലാക്ടോബാസിലസ് ആണോ? അല്ല. യെസ്, അത് കേർഡ് പ്രിപ്പറേഷനിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആസ്പെർഗില്ലസ് നൈഗർ ആണോ? അല്ല. സിട്രിക് ആസിഡിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. Yes, Saccharomyces cerevisiae is the right answer. അല്ലെ? Baker's yeast, Brewer's yeast ഒക്കെ എന്താണ്? Saccharomyces cerevisiae. Pick out the correct pair of disease and its pathogen. Correct ആയിട്ടുള്ള ഡിസീസും മാച്ച് ചെയ്തിരിക്കുന്ന പാത്തജനും ആണ് ചോദിച്ചിരിക്കുന്നത്. ഫൈലേറിയാസിസ് റൈനോവൈറസ് തെറ്റാണ്. ഫൈലേറിയാസിസ് ഫൈലേറിയൽ വേം അല്ലേ? യെസ്, ഫൈലേറിയൽ വേം ആണ് അല്ലേ? ഓക്കെ അല്ലേ? ടൈഫോയിഡ് സ്ട്രെപ്റ്റോകോക്കസ് അല്ല, സാൽമണല്ല ടൈഫി. ഓക്കെ, മലേറിയ പ്ലാസ്മോഡിയം ശരിയല്ലടാ. ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ? അസ്കാരിയാസിസ് എൻറ്റമീബ തെറ്റാണ്. അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ്. ഓക്കെ അല്ലേ? സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. മലേറിയ ഉണ്ടാക്കുന്ന പ്രോട്ടോസോവൻ ഏതാണ്? പ്ലാസ്മോഡിയം. ഐഡന്റിഫൈ 2 എക്സിറ്റു കൺസർവേഷൻ അപ്രോച്ചസ് ഓഫ് ഓർഗാനിസംസ് ഫ്രം ദ ഫ്ലോയിങ് ലിസ്റ്റ്. അപ്പൊ ഇതിൽ എക്സിറ്റു കൺസർവേഷന്റെ എക്സാമ്പിൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ബയോസ്ഫിയർ റിസർവ് ഇൻസിറ്റു കൺസർവേഷൻ ആണ്, നാഷണൽ പാർക്കും ഇൻസിറ്റു കൺസർവേഷൻ ആണ്, ബൊട്ടാണിക്കൽ ഗാർഡൻ എക്സിറ്റു ആണ് അല്ലേ? സുവോളജിക്കൽ പാർക്കോ എക്സിറ്റു കൺസർവേഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 2 ഓപ്ഷൻസ് മാത്രം തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി കേട്ടോ. ജീൻസ് വിച്ച് കോഡ് ഫോർ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആർ നോൺ ആസ്. അതായത് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സിന്
കോഡ് ചെയ്യുന്ന ജീൻസ് അല്ലെങ്കിൽ ജീൻസിന്റെ ഓൾട്ടർനേറ്റ് ഫോംസിനെ നമ്മൾ എന്താ വിളിക്കുക? ഇറ്റ് ഇസ് കോൾഡ് ആസ് അലീൽസ്. അല്ലടാ, എന്താ വിളിക്കുന്നത്? അലീൽസ് എന്നാണ് വിളിക്കുന്നത്. സോ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ, ഈ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ജീൻ ഉണ്ടാവും. അപ്പൊ ഹൈറ്റിന് 2 കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ഉണ്ടല്ലോ, ടോളും ഉണ്ട് ഡ്വാർഫും ഉണ്ട് അല്ലെ. സോ ഈ ജീനിന്റെ തന്നെ ഓൾട്ടർനേറ്റ് ഫോംസ് ആണ് ഈ 2 ട്രേറ്റ്സിനെയും കൺട്രോൾ ചെയ്യുന്നത്, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. സോ ഇവരെ വിളിക്കുന്ന പേരാണ് അലീൽസ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് കോപ്പിംഗ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് DNA ഇൻടു RNA. അതായത് DNA-യിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ RNA-യിലേക്ക് കോപ്പി ചെയ്യുന്നു. ഓക്കെ, യെസ്, mRNA-യിലേക്ക് കോപ്പി ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ അല്ലെ, ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, നെയിം an oral contraceptive for females developed by scientists at Central Drug Research Institute. അതായത് CDRI വളരെ ലോ സൈഡ് എഫക്ട്സോട് കൂടി ഒരു ഫീമെയിൽ കോൺട്രാസെപ്റ്റീവ് പില്ല് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് സഹേലി. ഓക്കെ, സഹേലി അല്ലേ. യെസ്, ഇത് വൺസ് എ വീക്ക് പില്ലാണ്. ഓക്കെ, the enlarged end of penis is called glans penis is covered by loose fold of skin called. അതായത് ഇപ്പൊ പീനസിന്റെ ഈ എൻലാർജ്ഡ് എൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെടാ? ദിസ് ഇസ് കോൾഡ് ആസ് ഗ്ലാൻസ് പീനസ് അല്ലെ, ഗ്ലാൻസ് പീനസ്. ഈ ഗ്ലാൻസ് പീനസിനെ കവർ ചെയ്തിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇങ്ങനെ ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്ന് കാണാൻ പറ്റും. ഇറ്റ് ഇസ് കോൾഡ് ആസ് ഫോർ സ്കിൻ. എന്താ വിളിക്കുന്നത്? ഫോർ സ്കിൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി is the term popularized by sociobiologists dash to describe the combined diversity at all the levels of biological organization. അതായത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ടേമിനെ പോപ്പുലറൈസ് ചെയ്ത സോഷ്യോ ബയോളജിസ്റ്റിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്, എഡ്വേർഡ് വിൽസൺ. എഡ്വേർഡ് വിൽസൺ. ഓക്കെ, ഇതും ഒരു റിപ്പീറ്റഡ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, യെസ്, അപ്പൊ നമ്മള് സുവോളജിയിലുള്ള എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ വരിക, ഏതൊക്കെ ഭാഗങ്ങളാണ് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് അല്ലേ. ഇത് മാത്രമല്ല, നമ്മൾ 2 മാർക്ക് 3 മാർക്ക് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ മക്കൾ എന്ത് ചെയ്യാം? മാക്സിമം ഫ്രണ്ട്സിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ എല്ലാ കോണ്ടന്റ് വീഡിയോസും മിസ് ചെയ്യാതെ കാണുക. കാരണം നിങ്ങൾ എക്സാമിന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ലൈവിലേക്ക് മറക്കാതെ വരിക. നമുക്ക് എന്തായാലും ഈ ബയോളജി എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങണം അല്ലേ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ആൻഡ് ലൈവിൽ കാണാം. ടിൽ ദെൻ ബൈ. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഓൾസോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ.